ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു RNR ഫാമിലി വ്ളോഗ്. ഇന്ന് നമ്മൾ ബേബി ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോണിനെ കുറിച്ചും അതുപോലെ തന്നെ ബേബി വാക്കറിൻ്റെ ഡൂസും ഡോൺസിനെ കുറിച്ചും വാക്കർ ബേബീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ, ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ എപ്പോഴാണ്, ഏത് മാസത്തിലാണ് വാക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ബേബി വാക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടയോ എന്നറിയുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ബേബി ഡെവലപ്മെൻ്റൽ മൈൽസ്റ്റോൺസ്. ഇതിനൊക്കെ കുറിച്ചുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇനി നമുക്ക് ബേബി മൈൽസ്റ്റോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഫസ്റ്റ് മന്താണ് കേട്ടോ, നേബു ബേബിയുടെ ഫസ്റ്റ് മന്തൊക്കെ ആകുമ്പോൾ ബേബീസ് നമ്മുടെ ഫേസ് നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. ഒരുപാട് ടൈം നമ്മുടെ ഫേസിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വോയിസ് റെക്കഗ്നൈസ് ചെയ്യാനും തിരിച്ചറിയാനും തുടങ്ങും കേട്ടോ. അതുപോലെ തന്നെ അവരുടെ കുഞ്ഞു കൈയും കാലും വായിലേക്കും ഫേസിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അറിയാലോ, പൊതുവേ ന്യൂ ബോൺ ബേബീസ് കൂടുതൽ ടൈം ഉറക്കമായിരിക്കും. ആക്ച്വലി ഒരു ക്യൂട്ട് സ്റ്റേജാണ് കേട്ടോ ഈ ഫസ്റ്റ് മന്ത് എന്ന് പറയുന്നത്. പിന്നെ അവരുടെ കുഞ്ഞു കാലും കൈയും ഒക്കെ ഇങ്ങനെ പതിയെ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. നല്ല രസമായിട്ട് അത് കാണാനായിട്ട്. സെക്കൻഡ് മന്തിലായിരുന്നു നൈബു ബേബിയുടെ നൂല് കെട്ട ഫംഗ്ഷൻ. നൈബുയുടെ ഡാഡി ദുബായിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. സോ വീട്ടിൽ വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നൈമിങ് സെറമണി വീഡിയോ കോളിലാണ് കേട്ടോ നടത്തിയത്. ബേബീസ് സോഷ്യൽ സ്മൈൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു മാസത്തിലാണ് കേട്ടോ. പിന്നെ ഇതുപോലെ കുട്ടി കുട്ടി ക്യൂട്ട് സൗണ്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങും കേട്ടോ. പിന്നെ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങുന്നത്, നമ്മുടെ സൗണ്ട് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതൊക്കെ ഈ ഒരു മന്തിലാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ടമ്മി ടൈം കൊടുക്കുമ്പോഴത്തേക്കും അവരെ ഹെഡ് പതിയെ പൊക്കി സ്റ്റഡി ആയിട്ട് നോക്കാൻ തുടങ്ങുന്നതും ഈ ഒരു സെക്കൻഡ് മന്തിലാണ്. പിന്നെ നമ്മുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന ഒരു ടൈമും കൂടിയാണ് കേട്ടോ ഇത്. നമ്മളെപ്പോഴും അവരുടെ അടുത്ത് വേണം, അവരുടെ കൂടെ കളിക്കണം, അതൊക്കെ ആയിരിക്കും അവരുടെ മെയിൻ ഹോബീസിലൊന്നും കേട്ടോ. പിന്നെ ഈ കറങ്ങുന്ന കിലുക്കൊക്കെ ഇട്ട് കൊടുത്താൽ അത് നോക്കി കളിക്കാൻ തുടങ്ങും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും മൂവിങ് ഒബ്ജക്ട്സ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് നോക്കാൻ തുടങ്ങും കേട്ടോ. പിന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്നതാണ് അവരുടെ ഹാൻഡ്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും തുടങ്ങും. ആ കുഞ്ഞിക്കൈ ഇങ്ങനെ തുറക്കാനും അടയ്ക്കാനും തുടങ്ങുന്നത് ഈ ഒരു ടൈമിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും. മറ്റുള്ളവരിൽ നിന്ന് പരിചയമുള്ളവരെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് ഈ ഒരു ടൈമിലാണ് കേട്ടോ. പിന്നെ ബേബീസിന് വിശന്നാലോ അല്ലെങ്കിൽ ഡയപ്പർ ചേഞ്ച് ചെയ്യണമെന്നുള്ളപ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പെയിൻസ് ഒക്കെ വന്നാൽ ബേബീസ് പല ഡിഫറെൻറ്റ് രീതിയിൽ കരയാൻ തുടങ്ങും. അപ്പം നമുക്ക് ആ കരച്ചിൽ കേൾക്കുമ്പോൾ മനസ്സിലാവും എന്തിനാണ് വാവ കരയുന്നതെന്നുള്ളത്. നമുക്ക് ആ ഒരു കരച്ചിലിൻ്റെ ടോൺ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് തേർഡ് മന്ത് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തേർഡ് മന്തിലാണ് കേട്ടോ നൈബു ബേബി കമരാൻ തുടങ്ങിയത്, കമരാൻ സ്റ്റാർട്ട് ചെയ്തത് തേർഡ് മന്തൊക്കെ ആയപ്പോഴാണ്. മോസ്റ്റ്ലി ചില ബേബീസ് ഫോർത്ത് മന്ത് ആവാറുണ്ട്, ചിലപ്പോൾ അതിൽ നിന്നും ഡിലേ ആവാറുണ്ട്, ചിലപ്പം നേരത്തെ കമരുന്ന ബേബീസ് ഉണ്ട്. അത് ഓരോ ബേബീസിനെ അനുസരിച്ചിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ തേർഡ് മന്തിലോ ഫോർത്ത് മന്തിലോ ബേബീസ് കമന്നില്ല എന്ന് കരുതി വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ബേബീസിൻ്റെ അതിൻ്റേതായ ടൈം ആകുമ്പോൾ അവർ ഗ്രാജുവലി അവരുടെ ആ ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യും. ഇനി നമുക്ക് ഫോർത്ത് മന്ത് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബേബീസ് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്ന ഈ ഒരു ടൈമിലാണ് കേട്ടോ. പിന്നൊരു ക്യൂട്ടായിട്ടുള്ള ആക്ടിവിറ്റി കേട്ടോ ഇത്. രണ്ട് കാലും കൂടെ പിടിച്ചു വെച്ച് ബേബീസ് കടിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ കോപ്പി ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും ഈ ഒരു ടൈമിൽ കേട്ടോ. ഇനി നമുക്ക് ഫിഫ്ത്ത് മന്തിലെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബേബീസ് തനിയെ കളിക്കാനൊക്കെ തുടങ്ങുന്ന ഒരു ടൈമാണ് കേട്ടോ ഈ ഫിഫ്ത്ത് മന്ത്. ഈ ടൈമിൽ സ്ട്രേഞ്ചേഴ്സിനെയൊക്കെ കൂടുതൽ മനസ്സിലാവും. പിന്നെ ബോത്ത് സൈഡിലോട്ടും ബേബീസ് കമരാൻ തുടങ്ങും. കമരുന്നതിൻ്റെ വേഗതയും കൂടും കേട്ടോ. കൂടുതൽ സമയം കമരാൻ ശ്രമിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് സിക്സ്ത് മന്ത് ആയപ്പോൾ നമ്മൾ ഹാഫ് മന്ത് ബർത്ത്ഡേ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കുട്ടി വിഷ്വൽസ് ആയപ്പോൾ കണ്ടത്. പിന്നെ അവരുടെ തന്നെ ഹാൻഡ്സ് സപ്പോർട്ട് ചെയ്ത് അവർ സ്വന്തമായിട്ട് ഇരിക്കാൻ തുടങ്ങും കേട്ടോ. ഈ ഒരു മന്തിൽ തന്നെയാണ് നമ്മൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചോറൂണൊക്കെ ഈ ഒരു മന്തിൽ തന്നെയാണ് കേട്ടോ നടക്കുന്നത്. ടോയ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ നമ്മൾ എന്ത് ടോയ്സ് കൊടുത്താലും അവർ ഫസ്റ്റ് അതിനടുത്ത് വായിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഡെയിലി ടോയ്സ് എല്ലാം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെക്കണം. പിന്നെ അവരുടെ വേറൊരു ആക്ടിവിറ്റിയാണ് ഈ ടോയ്സ് ഹാൻഡ് ടു ഹാൻഡ് എക്സ്ചേഞ്ച് ചെയ്യും. പിന്നെ പീക്കബൂ കളിക്കാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ മിറേഴ്സിൽ അവരെ തന്നെ കാണാൻ അവർക്ക് വളരെ ഇഷ്ടമാണ്.
പിന്നെ ഹാൻഡ്സ് സപ്പോർട്ട് ചെയ്ത് ഇരിക്കാനായിട്ട് തുടങ്ങും കേട്ടോ ഈ 6 മന്തൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരു യൂപ്പിലോ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ബിക്കോസ് അവർ ഇരുന്ന് തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ, അപ്പോൾ ബാക്കിലോട്ട് കമന്ന് വിടാൻ ചാൻസ് ഉണ്ട്. സോ ഇത് അവർക്ക് നല്ലൊരു സപ്പോർട്ടായിരിക്കും. പിന്നെ നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വേർഡ്സൊക്കെ അവർക്ക് മനസ്സിലാവാൻ തുടങ്ങും. 7th മന്തിലാണ് ക്രൗളിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് എഴയാൻ തുടങ്ങുന്നത്. അപ്പം ഈ എഴയാൻ തുടങ്ങുന്ന ടൈമിൽ മോസ്റ്റ്ലി തറയിൽ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ കൊടുക്കുന്ന ടോയ്സ് എല്ലാം അവരെടുത്ത് തറയിലേക്ക് ഇടും കേട്ടോ. പിന്നെ നമ്മുടെ ആക്ഷൻസും നമ്മുടെ സംസാരവും ഒക്കെ നന്നായിട്ട് ഗ്രാസ്പ് ചെയ്ത് അതുപോലെ തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ പലതരം സൗണ്ട്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ടൈം കൂടിയാണ്. പിന്നെ ഈ 7th മന്തൊക്കെ ആകുമ്പോൾ അവർ തന്നെ ഇരിക്കാൻ തുടങ്ങും. പരിചയമുള്ളവരെ വോയിസും പെട്ടെന്ന് മനസ്സിലാക്കും. ഇനി 8th മന്താകുമ്പോൾ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞ് പ്രോപ്പർട്ടീസ് താഴെ കിടന്നാൽ തന്നെ ഇവർ ആ മൈന്യൂട്ടായിട്ടുള്ളത് തന്നെ കണ്ടുപിടിച്ച് പോയി എടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഡെയിലി ഫ്ലോർ ക്ലീൻ ചെയ്യണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഡസ്റ്റ് കിടന്നാൽ തന്നെ അവർ അപ്പം അതെടുത്ത് ബാക്കിയകത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഓരോ ടോയ്സും സെലക്റ്റീവായിട്ട് ചൂസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അവർ കൈ കുത്തി എഴുന്നേക്കാൻ ശ്രമിക്കും കേട്ടോ. അവരുടെ ഫ്രണ്ടിൽ എന്ത് ടോയ്സ് ആണോ കിടക്കുന്നത് അതിൻ്റെ അടുത്തോട്ട് എത്താനായിട്ട് ഇങ്ങനെ കൈ കുത്തി എഴുന്നേക്കാൻ തുടങ്ങും. നൈവൂനിപ്പോൾ 8th മന്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. 9th മന്ത് കംപ്ലീറ്റ് ആയിട്ടില്ല. ബട്ട് നൈവൂൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ഒരു 1 മന്ത് ഫാസ്റ്ററാണ്. അതുകൊണ്ടാണ് ഞാൻ 9th മന്തിലെയും കൂടെ ബേബീസ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ചില ബേബീസിന് ഈ ടൈമിൽ സ്ട്രേഞ്ചേഴ്സിനെയൊക്കെ പേടിയായിരിക്കും, സ്ട്രേഞ്ചേഴ്സിൻ്റെ കയ്യിലൊന്നും പോകത്തില്ല കേട്ടോ. പക്ഷെ നൈവു അങ്ങനെയല്ല, എല്ലാവരുടെയും കയ്യിൽ പോകാറുണ്ട്. അങ്ങനെ സ്ട്രേഞ്ചേഴ്സിനെ കണ്ടുള്ള പേടിയൊന്നുമില്ല. പിന്നെ തനിയെ കുറച്ചായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ ഈ ഒരു 8th മന്തിൽ തന്നെ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ ഈ ഒരു ചെയറും സെക്ഷൻ പ്ലേറ്റും ഒക്കെ. ഇതിൻ്റെ പർച്ചേസിങ് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇപ്പം ഇങ്ങനെ ബൈ എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പിക്ക് കളിക്കാൻ, അതായത് ഒളിച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ ഒരു 8-9 മന്ത്സൊക്കെ ആകുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു ഫേവറേറ്റ് ടോയ് ഉണ്ടാകും. മോസ്റ്റ്ലി ഒരുപാട് ടോയ്സ് ഉണ്ടെങ്കിലും അവർ ആ ഒരു ടോയ് വെച്ചായിരിക്കും കൂടുതലും കളിക്കാറ്. പിന്നെ നമ്മൾ വാവയുടെ പേര് വിളിക്കുമ്പോഴത്തേക്കും അവർ അപ്പം തന്നെ തിരിഞ്ഞു നോക്കും. പിന്നെ ഈ 8th മന്തിൽ വന്ന വേറൊരു ചേഞ്ചാണ് സംസാരിക്കാൻ. എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പല ഡിഫറെൻറ്റ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബബ മമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ തനിയെ ഇരിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഒബ്ജക്റ്റിലൊക്കെ പിടിച്ച് നിൽക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞായിട്ട് നടക്കാനും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബേബി വാക്കർ മേടിക്കണോ വേണ്ടേ എന്ന് ഞാൻ തിങ്ക് ചെയ്ത് തുടങ്ങിയത് തന്നെ കേട്ടോ. പിന്നെ പൊതുവേ നൈബു ബേബിക്ക് ഫുഡ് കഴിക്കാൻ ഇച്ചിരി മടിയാണ്. ഓരോ ബേബീസ് ഓരോ രീതിയായിരിക്കുമല്ലോ. അപ്പം എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജിങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ബേബി ഫുഡ് കഴിച്ചോളും. അപ്പം അങ്ങനെ എൻഗേജിങ് ആക്കി വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ടോയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ബേബി ഷോപ്പിലേക്ക് പോയത്. അപ്പോൾ ഈ വോക്കർ നോക്കിയപ്പോഴത്തേക്കും വോക്കറിൽ മ്യൂസിക് ഉണ്ട്, ആളെ അതിലിരുത്തുകയും ചെയ്യാം. അപ്പം ഞാൻ വേണ്ടി ഫുഡ് കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് മേടിച്ചത്. അതുമാത്രമല്ല ഇതുവരെയുള്ള എല്ലാ മൈൽ സ്റ്റോൺസും അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി വാക്കിംഗ് സ്റ്റേജ് മാത്രമേ ഉള്ളൂ. അതുമല്ല നമ്മൾ ഫുൾ ടൈം ബേബീനെ ഇതിൽ ഇരുത്താനും ഉദ്ദേശിച്ചിട്ടില്ല. ആൾക്ക് ഇതിൽ ഒരുപാട് നേരം ഇരിക്കുന്നതും ഇഷ്ടമല്ല. താഴെ ഇറങ്ങി ക്രൗളിങ് ചെയ്യുന്നതും ടോയ്സിൽ കളിക്കുന്നതൊക്കെയാണ് ഇഷ്ടം. സോ നമ്മൾ കറൻ്റ് ഫുഡ് കൊടുക്കുന്ന ടൈമിൽ മാത്രമാണ് ഈ വോക്കറിൽ ഇരുത്തുന്നത് കേട്ടോ. പിന്നെ മെയിൻലി വോക്കറിൻ്റെ ഡിഫോൾട്ടായിട്ട് പറയുന്നത് മൈൽ സ്റ്റോൺസ് എല്ലാം ഡിലേ ആവും. ക്രൗളിങ് ചെയ്യാതെ ഡയറക്റ്റ് വാക്ക് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ വാക്ക് ചെയ്യാനായിട്ട് ലേറ്റാവും, നടക്കാനായിട്ട് ലേറ്റാവും. ഇതൊക്കെയാണ് ഡിഫക്റ്റായിട്ട് പറയുന്നത്. സോ ആരും 6th മന്തിലേ പോയി വോക്കർ മേടിക്കരുത്. അത് ബേബീസിന് നല്ലതല്ല. ക്രൗളിങ് സ്റ്റേജൊക്കെ കഴിഞ്ഞ് തന്നെ പിടിച്ച് എണീക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷം മാത്രമേ മേടിക്കാവൂ. അതുപോലെ തന്നെ എപ്പോഴും വോക്കറിൽ ഇരുത്തി ശീലിപ്പിക്കരുത്. സോ ഇനിയും ഞാൻ ഇതുപോലെയുള്ള ബേബീസിൻ്റെ ഇൻഫോർമേറ്റീവ് കണ്ടൻസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ബൈ ബൈ, ലവ് യു ഓൾ.